ഈ ചെറുപ്പക്കാരൻ കുഴിയിലിറങ്ങി നിന്ന് തൻ്റെ ശരീരം പകുതി ഒളിപ്പിച്ചു വെച്ച് നമ്മളെ പറ്റിക്കുകയല്ല. പകരം അത്രമാത്രമേയുള്ളൂ മുകളിലേക്ക് 100% പെർഫെക്റ്റായ സയോൺ ക്ലാർക്കിൻ്റെ ശരീരം. പകുതി മനുഷ്യൻ, പക്ഷെ പൂർണ്ണ ശരീരമുള്ള നമ്മെപ്പോലെ എത്രയോ ആളുകളേക്കാൾ പരിപൂർണമായ ജീവിതം. സ്വന്തം രൂപത്തെയും മനസ്സിനെയും അവസരങ്ങളില്ലായ്മയെയും മറ്റും പഴിച്ച് ദിവസം കളയുന്ന നമ്മിൽ പലർക്കും പ്രചോദനമാകും സയോൺ ക്ലാർക്കിൻ്റെ ജീവിതകഥ. അമേരിക്കയിലെ ഓഹിയോയിൽ ഒരു ഡ്രഗ് അഡിക്റ്റായ മാതാവിന് കോഡൽ റിഗ്രഷൻ സിൻഡ്രോം എന്ന അപൂർവമായ അവസ്ഥയിൽ 2 കാലുകളുമില്ലാതെ ജനിച്ച സയോൺ അരക്കു താഴെ വെച്ച് അവസാനിച്ചു കുഞ്ഞു സയോണിന്റെ ശരീരം. മാതാപിതാക്കൾക്ക് അവനെ ഉപേക്ഷിക്കാൻ വേറെ കാരണമൊന്നും വേണ്ടായിരുന്നു. 8ഓളം അനാഥാലയങ്ങളിൽ മാറി മാറി താമസം, പല കൈമാറുന്ന ഫോസ്റ്റർ ഹോമുകൾ. അവനെ പരിചരിക്കുന്ന പല കുടുംബങ്ങൾക്കും കാലുകളില്ലാത്ത ഒരു കുട്ടിയെ പരിപാലിക്കാൻ അറിയില്ലായിരുന്നു. അരക്ക് താഴേക്കുള്ള പ്രോസ്തറ്റിക് ഉപയോഗിച്ചുള്ള വെപ്പുകാലുകളായിരുന്നു അവരെല്ലാം കണ്ട ഉപായം. ദിവസവും 18 മണിക്കൂറുകളോളം അവ ധരിച്ച് സയോൺ സ്കൂളിലും മറ്റു സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. വെപ്പുകാൽ തട്ടി സ്കൂളിൽ എന്തെങ്കിലും തകർന്നാൽ ഉടൻ പോകുകയാണ് അപ്പോഴത്തെ രക്ഷിതാക്കൾക്ക് ഒരു ഫോൺ വിളി. വീട്ടിലെത്തുമ്പോൾ ഉറപ്പായും കാത്തിരിപ്പുണ്ടാകും കഠിനമായ ശിക്ഷകൾ. ലോകത്തോട് മുഴുവൻ വിദ്വേഷവും വെറുപ്പുമുള്ള ഒരു കൗമാരക്കാരനാക്കി മാറ്റിയിരുന്നു ചെറുപ്പം മുതലുള്ള ദുരനുഭവങ്ങൾ സയോണിനെ. ദത്തെടുക്കാൻ വന്ന പലരും പകുതി വഴിക്ക് വെച്ച് അവനെ ഉപേക്ഷിച്ചു പോയി. 18 തികഞ്ഞ് പ്രായപൂർത്തിയെത്തി സ്വയം ജീവിതം നോക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് ഏതാനും മാസങ്ങൾ മുമ്പ് മാത്രമാണ് അവസാനം അവനെ ഒരു ദമ്പതികൾ ദത്തെടുത്തത്. പുതിയ അമ്മ അവനെ ഒരു കാര്യം പഠിപ്പിച്ചു: ജീവിതത്തെ നേരിടാൻ, പോരാടാൻ, സൗഭാഗ്യങ്ങൾ മാത്രം കണ്ട് പൊരുതി മുന്നേറാൻ. ജീവിതത്തിലെ ആദ്യത്തെ നല്ല അനുഭവം. പൊയ്ക്കാലുകൾ പതിയെ ഉപേക്ഷിച്ച സയോണിന്റെ സഞ്ചാരം മുഴുവൻ തൻ്റെ കൈകൾ ഉപയോഗിച്ചാണ്. ചെറുപ്രായത്തിലെ റെസ്ലിംഗിൽ താല്പര്യമുണ്ടായിരുന്നു സയോണിന്. ഏറെക്കുറെ സയോണിന്റെ അതേ അവസ്ഥയിൽ ജനിച്ച് അതെല്ലാം അതിജീവിച്ച് റെസ്ലറും കിളിമഞ്ചാരോ പർവ്വതം കയറിയ ആദ്യത്തെ അത്തരമൊരാളുമായ കൈൽ മെന്യാഡിന്റെ ജീവിതം പ്രചോദനം നൽകി കുഞ്ഞു സയോണിന്. തൻ്റെ ശക്തിയായ റെസ്ലിംഗ് കോച്ച് ഗിൽബർട്ട് ഡൊണാഹ്യൂവിനെ പരിചയപ്പെട്ടതാണ് സയോണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. പക്ഷേ സയോൺ പോരാടിയിരുന്നത് 2 കാലുകളും മുഴുവൻ ശരീരവുമായി പരിപൂർണ ആരോഗ്യമുള്ള ഗുസ്തിക്കാരുമായി. സയോണിനു വേണ്ടി കോച്ച് പുതിയ റെസ്ലിംഗ് ടെക്നിക്കുകൾ കണ്ടുപിടിച്ചു. പക്ഷേ 2 കാലുകളുമില്ലാത്ത ഗുസ്തിക്കാരന് ധാരാളം പരിഹാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. തുടക്കത്തിൽ പരാജയങ്ങൾ അകമ്പടി സേവിച്ചെങ്കിലും പതുക്കെ തൻ്റെ കുറവ് തന്നെ സയോൺ ശക്തിയാക്കി മാറ്റി. ശക്തമായ കൈകളിൽ പൊതിഞ്ഞ് മറ്റു ഗുസ്തിക്കാരെ കാലിൽ പിടിച്ച് നിലത്തിടാൻ സയോണിന് വളരെ എളുപ്പമായിരുന്നു. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ലെവൽ ഗുസ്തിയിൽ ആദ്യ 8 പേരിൽ ഒരാളായി സയോൺ. 33 മത്സരങ്ങളിൽ 15 വിജയങ്ങൾ. തുടർന്ന് ഇന്ന് ലോക പ്രശസ്തനായ ഒരു റെസ്ലർ. വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ സയോൺ തൻ്റെ ശക്തിയായ കുടുംബത്തിനും കോച്ചിനുമാണ് നൽകുന്നത്. സയോണിന്റെ അതിരിനുമപ്പുറം അവനെ കൊണ്ട് പരിശീലിപ്പിച്ച് അവൻ പൊട്ടിത്തെറിച്ച് ട്രെയിനിങ് നിർത്തിവെക്കുമ്പോൾ കോച്ച് പതുക്കെ നല്ല വാക്കുകൾ മാത്രം പറഞ്ഞ് വീണ്ടും മോട്ടിവേറ്റ് ചെയ്ത് അവനെ റിങ്ങിലെത്തിച്ചു. ഈ പ്രക്രിയ കുറെ നാൾ തുടർന്നപ്പോൾ സയോണിന് മനസ്സിലായി: നോ എക്സ്ക്യൂസ്. സയോൺ സ്വന്തം ശരീരത്തിലും ടാറ്റു ചെയ്തു: നോ എക്സ്ക്യൂസ്. റെസ്ലിംഗ് മാത്രമല്ല, വളരെ ബുദ്ധിമുട്ടി പിടിച്ച വീൽചെയർ റേസിംഗിലും കഴിവ് തെളിയിക്കുന്നു സയോൺ. 3 ചക്രമുള്ള തൻ്റെ സ്പെഷ്യൽ വീൽ ചെയറിൽ കൈകൾ മാത്രം ഉപയോഗിച്ച് മണിക്കൂറിൽ 32 കിലോമീറ്റർ എന്ന വളരെ ഉയർന്ന വേഗത കൈവരിച്ചിരിക്കുന്നു സയോൺ. 2016 ഓഹിയോയിലെ ഏറ്റവും വേഗത കൂടിയ സ്പെഷ്യൽ കാറ്റഗറി അത്ലറ്റായി മാറി സയോൺ. ജയിച്ചത് 100 മീറ്റർ, 400 മീറ്റർ കാറ്റഗറികൾ. എൻ്റെ കുടുംബത്തിൻ്റെ സഹായത്തോടെ ഞാൻ എൻ്റെ ശക്തിയാക്കിയത്. സയോണിൻ്റെ സ്വന്തം വാക്കുകൾ. ഇനി പറയൂ, സ്വയം പഴിക്കൽ നിർത്താനും അലസത വെടിയാനും മുന്നോട്ടു പോകാനും ഇതിലും വലിയ എന്ത് പ്രചോദനമാണ് നിങ്ങൾക്കും എനിക്കും വേണ്ടത്?